പലവർക്കും അറിയില്ല കേട്ടോ. നമ്മളുടെ ഉമ്മറ വാതിലാണോ അടുക്കള വാതിലാണോ ആദ്യം തുറക്കേണ്ടതെന്ന് പലവർക്കും അത് സംശയമാണ്. അത് എപ്പോഴാണ് തുറക്കേണ്ടത് കൃത്യമായ സമയം ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം. എല്ലാവരുടെയും വിചാരം ഒരു മരപ്പടി മാത്രമാണ് നമ്മളെ ഉമ്മറപ്പടി, ഉമ്മറത്തെ വാതിലിൻ്റെ ഉമ്മർപ്പടി. ആ പലക കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ വാതിലും വെറും ഒരു മരം കൊണ്ട് ഒരു അലങ്കാരം. ചിലവരിപ്പോൾ നമ്മൾക്ക് പല തരത്തിലുള്ള പൂക്കളും പല വർണ്ണങ്ങളും ചിത്രങ്ങളും ഒക്കെ ആവും. പക്ഷേ എന്നാലും ഇതിൻ്റെ പ്രാധാന്യം ആർക്കും അറിയുന്നില്ല കേട്ടോ. കുട്ടികളടക്കം ആ ഉമ്മർപ്പടിയുടെ മുകളിൽ ചവിട്ടി നിൽക്കുന്നുണ്ട്. മക്കളെ, നമ്മളുടെ ഈ ഉമ്മറ പ്രധാന വാതിലിൻ്റെ പടി എന്നല്ല, ഒരു ഉമ്മർപ്പടിയിലും നമ്മൾ ചവിട്ടരുത്. മനസ്സിലായല്ലോ? ചാടിക്കടക്കണം. ഒരിക്കലും അതിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. എങ്ങാനും ചവിട്ടിയാൽ നമ്മൾ തൊട്ട് തലയിൽ വെക്കണം. അത് കേവലം ഒരു മരത്തടിയല്ല. അത് എല്ലാവരും ആദ്യം ആലോചിക്കണം കേട്ടോ. നമ്മളുടെ എല്ലാ പോസിറ്റീവ് എനർജികളും കയറി വരുന്നത് നമ്മൾ ഉമ്മറ വാതിലിലൂടെയാണ്, അല്ലാതെ അടുക്കള വാതിലിലൂടെയല്ല. അടുക്കള വാതിലിൻ്റെ ഉമ്മറപ്പടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു സ്ത്രീ രാവിലെ കാലത്ത് എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യണ്ടേ? നമ്മൾ പല്ല് തേച്ച് മുഖം കഴുകി ആദ്യം വാതിൽ തുറക്കുക നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? നമ്മൾ വാതിൽ തുറക്കുക ചെയ്യേണ്ട. ഉമ്മറവാതിൽ ആദ്യം തുറക്കണം, പിന്നെ അടുക്കള വാതിൽ തുറക്കണം. ആ സ്ത്രീ എന്തൊക്കെ ചെയ്യണം എന്നറിയോ? നമ്മളെ ഉമ്മർപ്പടി സുഖമായിട്ട് വൃത്തിയായിട്ട് നമ്മൾ അതിൽ വല്ല അഴുക്കോ പൊടിയോ ഉണ്ടെങ്കിൽ അത് മുഴുവനും കഴുകി തുടയ്ക്കണം. ആദ്യം അതാ വേണ്ട. എന്നിട്ട് അടിച്ച് തളിക്കുക, ശുദ്ധാക്കുക. ഒരു മഞ്ഞൾപ്പൊടി വെള്ളമോ നാൽപ്പാമരം വെള്ളമോ റോസ് വാട്ടറോ എന്തെങ്കിലും തളിച്ച് നമ്മൾ ഉമ്മർഭാഗം ശുദ്ധീകരിക്കണം. മഹാലക്ഷ്മി മഹാവിഷ്ണു കൂട്ടരൊക്കെ ആ സമയങ്ങളിലാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നത്. ആ സമയത്ത് നമ്മളെ വാതിൽ അടച്ചിട്ടാലത്തെ അവസ്ഥ എന്താ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലേ ഉമ്മറ വാതിൽ തുറക്കേണ്ട സമയം. ഇനി ആ കൃത്യസമയം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഉമ്മറ വാതിൽ അടച്ചിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ ഉമ്മറ വാതിൽ വൃത്തിയാക്കി അടിച്ച് നമ്മളെ പല്ല് തേക്കലും മുഖം കഴുകലും കഴിഞ്ഞാൽ ഉമ്മറ വാതിലിൻ്റെ ഉമ്മർപ്പടിയും എല്ലാ ഉമ്മർപ്പടികളും നമ്മൾ തുടയ്ക്കണം കേട്ടോ. ഇപ്പോൾ ടെറസ് വീടാവുകൊണ്ട് ഉമ്മർപ്പടി കുറവാണ് അല്ലേ? ഉമ്മറവാതിലിന് മാത്രമേ കാണൂ. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് ചിലവർക്ക് അടുക്കള വാതിലിനുണ്ട്. അപ്പോൾ ഉമ്മർപ്പടികൾ നമ്മൾ കഴുകാൻ സാധിക്കില്ലെങ്കിലും ഒരു വൃത്തിയുള്ള തുണി നനച്ച് തുടച്ച് ഒലുമ്പി ആ തുണി അതിനായിട്ട് വെക്കണം നമ്മൾ. അപ്പോൾ നമ്മളുടെ എല്ലാ നെഗറ്റീവ് എനർജികളും പോകുന്നതും അത് കൂടെയാണ്. മനസ്സിലായല്ലോ? അത് കാരണമാണ് നമ്മൾ ശുദ്ധീകരിക്കണത്. പോസിറ്റീവ് എനർജി കയറി വരും വേണം, നെഗറ്റീവ് എനർജി പോവും ചെയ്തിട്ടുണ്ടാവും. നെഗറ്റീവ് എനർജി പോണ സമയത്ത് അവിടെ അശുദ്ധി വന്നു. അപ്പോൾ നമ്മൾ കൃത്യം 4:30 മണിക്ക് എണീറ്റ് ഉമ്മറവാതിൽ തുറക്കണം. അപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവർക്കും ഉമ്മറവാതിൽ തുറക്കുന്ന സമയം മനസ്സിലായോ? 4:30 മണിക്ക് എണീറ്റ് തുറക്കണം. കാരണം ഉദയത്തിന് 1.5 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഉമ്മറവാതിൽ തുറന്നിട്ട് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ എല്ലാ പോസിറ്റീവ് എനർജി നമ്മൾ അകത്തേക്ക് കയറി വരട്ടെ. മഹാവിഷ്ണു മഹാലക്ഷ്മി എല്ലാവരും നമ്മളെ ഭൂമിയിൽ കൂടെ നല്ല ആ സമയത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അവർ നമ്മളെ ഭൂമിയിലെ ജനങ്ങളുടെ എല്ലാ അവസ്ഥകളും കാണാനും എല്ലാം അതിന് നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തെന്നെ ആഗ്രഹിച്ചാലും അത് നടക്കാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ പറയുന്നിട്ടില്ലേ പലരും, നിങ്ങൾ എന്താഗ്രഹം ഉള്ളിൽ വെച്ചോളൂ, നിങ്ങൾ ആരായി തീരണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നിങ്ങൾ കുറച്ച് സമയം ഭൂമിയിലേക്ക് നോക്കി നിന്ന് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കുമെന്ന് പറയാൻ കാരണം അത് തന്നെ. അപ്പോൾ നമ്മളെ ദൈവങ്ങൾ മുഴുവനും ഭൂമിയിലുള്ള സമയമാണ് ആ സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉമ്മറവാതിൽ ആദ്യം തുറക്കണം, എന്നിട്ട് അടുക്കള വാതിൽ തുറക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ആരും ആ സമയത്ത് മടി കാട്ടി കടന്നുറങ്ങരുത്. പിന്നെ ആ സ്ത്രീ കുളിച്ചൊക്കെ വന്നതിൻ്റെ ശേഷം അടിച്ച് തളിച്ചതിൻ്റെ ശേഷം കുളിച്ച് വന്നതിൻ്റെ ശേഷം നിലവിളക്ക് അന്നന്ന് ദിവസം രാവിലെ നല്ല വൃത്തിയായി കഴുകി കിണ്ടിയിൽ പുതിയ വെള്ളം വെച്ച് ഒരു തുളസിക്കതിരി വെച്ച് എന്നിട്ട് നമ്മൾ ഭഗവാന് വിളക്കൊക്കെ വെച്ച് പുറത്തേക്ക് കാണിക്കണം അല്ലേ? കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ സൂര്യന് നമ്മളിത് കാണിക്കണം. സൂര്യഭഗവാന് കാണിക്കുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഡെയിലി നിങ്ങളത് പറയണം. ഒരു 11 തവണ നിങ്ങൾ പറയണം നിലവിളക്ക് ഭഗവാന് കാണിക്കുമ്പോൾ ഗോൾഡൻ സൺറൈസ്. മനസ്സിലായല്ലോ? 11 തവണ നിങ്ങൾ പറഞ്ഞ് വിളക്ക് കാണിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റം കാണും. ഞാനിപ്പോൾ ഉമ്മറവാതിലിൻ്റെ പറയാൻ വന്നതാണെങ്കിൽ കൂടി ഇതും കൂടി അതിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ. കാരണം പല ആളുകൾക്കും അതറിയില്ല. ഗോൾഡൻ സൺറൈസ് എപ്പോൾ പറയണമെന്ന് എല്ലാവർക്കും അറിയില്ല. എണീറ്റ് സൂര്യനെ നോക്കി പറയണവരുണ്ടാവും. പക്ഷെ നമ്മൾ നിലവിളക്ക് കൈ പിടിച്ചിട്ട് വേണം അദ്ദേഹത്തോട് പറയാൻ. മനസ്സിലായല്ലോ? അദ്ദേഹത്തിൻ്റെ എല്ലാവിധ എനർജികളും നമ്മളിലേക്ക് വരും. നമ്മളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിക്കണ സമയമാണ്. മനസ്സിലായില്ലേ? നമ്മൾ 6 മണിൻ്റെ മുന്നേ വിളക്ക് വെക്കാൻ ശ്രമിക്കണം. വാതിൽ തുറന്നിടൽ 4:30 മണിക്ക്, വിളക്ക് വെക്കൽ 6 മണിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ച് തളിച്ച് കേവലം നിങ്ങൾ ഉമ്മർപ്പടികളെങ്കിലും കഴുകി ഉമ്മറവാതിൽ തുറന്ന് അവിടെ മാത്രം വൃത്തിയാക്കി തളിച്ചിട്ടെങ്കിലും പൂജാ റൂമിലൊക്കെ നമ്മൾ തുളസി തീർത്ഥം ഒന്ന് തളിക്കണം കേട്ടോ. എന്തെങ്കിലും നെഗറ്റീവ് എനർജി എവിടെ തങ്ങി നിൽക്കണമെങ്കിലും അതോടുകൂടി അത് പൊയ്ക്കോളും. പിന്നെ നമ്മളൊരു ചന്ദനത്തിരിയും ഒരു നിലവിളക്കും വെച്ച് എല്ലാ റൂമുകളിലും ആ ചന്ദനത്തിരിയുടെ
മനസ്സിലായല്ലോ. നിലവിളക്ക് നമ്മളെല്ലാ റൂമുകളിലും ഒന്ന് കാണിക്കണം, ചന്ദനത്തിരിയും കാണിക്കണം. നെഗറ്റീവ് എനർജിയൊക്കെ പോട്ടെ, പാടെ പോയിക്കോളൂ കേട്ടോ. പിന്നെ വീട്ടിൽ കലഹമാണ്, അതാണ് ഇതാണെന്ന് പലവർക്കും നല്ല വിചാരം ഉണ്ടല്ലേ. ആ കലഹങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും തന്നെയാണ് മക്കളെ നമ്മൾ രാവിലെ നിലവിളക്ക് അവിടെ കിളത്തി വെക്കണത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നല്ലെണ്ണയുടെയും അല്ലെങ്കിൽ നെയ്യിൻ്റെ ആണെങ്കിലും ആ ഓട്ടുവിളക്കിലിരുന്ന് കത്തുകയാണത് അല്ലേ. അതിൻ്റെ പുക നമ്മളെ വീട്ടിൽ മുഴുവൻ വരുമ്പോൾ നമ്മളുടെ വീട്ടിലെ അണുക്കൾ മുഴുവൻ നശിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. നെഗറ്റീവ് എനർജി എല്ലാം പോകുന്ന അർത്ഥം. അല്ലാതെ കേവലം ഒരു ഭംഗിക്ക് വേണ്ടി കൊളുത്തി വെക്കുന്നതല്ല നമ്മൾ നിലവിളക്ക്. പണ്ട് കാരണവന്മാർ പറയുന്നത് ഒട്ടും ഇല്ലാത്തതല്ല, നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി പോകാൻ കൂടി വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ. ആ ദൈവ ചൈതന്യം നമ്മളെ വീട്ടിലേക്ക് കടന്നു വരും. നമ്മളെ നിലവിളക്കും ചന്ദനത്തിരി ഒരു സുഗന്ധം, ദുർഗന്ധം മുഴുവൻ പോവും നമ്മൾ വാതിൽ മുഴുവൻ തുറന്നിട്ടാൽ. മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ പലവർക്കും അറിയണില്ല ഈ ഉമ്മറവാതിലിൻ്റെ പ്രാധാന്യവും ഉമ്മറപ്പടിയുടെ പ്രാധാന്യവും. നമുക്ക് സാധിച്ചാൽ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കാം. ജാതി മതഭേദം എന്നേ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കാം. എല്ലാവർക്കും കോലം വരയ്ക്കാം. ഇനി അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കാൻ സാധിക്കാത്തവർ മഞ്ഞൾപ്പൊടി കൊണ്ട് കോലം വരയ്ക്കാം. അതൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ടാണ് മക്കളെ. എല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ് കേട്ടോ. സാധിക്കണവരൊക്കെ അങ്ങനെ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടേ, ഉമ്മറവാതിൽ നമ്മളുണ്ടല്ലോ, ആ ഉമ്മർപ്പടിയുടെ അവിടെ നിന്നിട്ട് ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കും ചിലവരല്ലേ. ദേഷ്യം വരികയാണ്, നെഗറ്റീവ് എനർജി കിട്ടി കടന്ന് കൂടിയാണ്. അവിടെ നിന്നിട്ടാണ്ട് അകറും നമ്മളെ. മക്കളെ പറഞ്ഞ് കേട്ടിട്ടില്ല, ആരെയും പേടിക്കുക അല്ലെങ്കിൽ ഉമ്മറത്തെ തൂണിനെ പേടിക്കണമെന്ന്. ആ നെടുംതൂണ് തന്നെയാണ് നമ്മളുടെ ഉമ്മറത്ത് വെച്ചിട്ടുള്ള ആ കട്ടിളപ്പടി. മനസ്സിലായല്ലോ. അല്ലാതെ ഒരു തൂണിനെ കൊണ്ടല്ല അത് പറഞ്ഞത്, കട്ടിലെ കൊണ്ടാണത്. മനസ്സിലായല്ലോ. കട്ടിളപ്പടി അതാണ് നമ്മൾ പേടിക്കണം എന്ന് പറയണ്ട. അവിടെ നിന്നിട്ട് നമ്മൾ ഒരു കാരണവശാലും ശബ്ദമുയർത്തി സംസാരിക്കരുത്. അവിടെയൊക്കെ ഒരു നിശബ്ദത. മനസ്സിലായില്ലോ. ഒരു ശാന്തത വേണം നമ്മളെ വീട്ടിൽ. ലഹള കൂടുക സന്ധ്യയ്ക്ക്, അവിടെ നിന്ന് ലഹള കൂടരുത്. പിന്നെ പല ആൾക്കാരും ഉണ്ട് കേട്ടോ, അവിടെ ഇരിക്കണു, അവിടെ ഇരുന്ന് കാര്യം പറയുമൊക്കെ. ആ ഉമ്മറപ്പടിയുമ്പോൾ അവിടെ ഇരിക്കും. ഒരിക്കലും പാടില്ല മക്കളെ. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നിറവയറായിട്ടുള്ള ഗർഭിണി മരണത്തിനും ജീവിതത്തിനും ഇടയിലത്ര ഉള്ള ജീവിതം. നമ്മളുടെ വിശ്വാസമാണ്. ജീവിച്ചു വരും, രണ്ട് ജീവനാണ്, ജീവിച്ചു വരും. അതേപോലെ തന്നെയാണ് നമ്മൾ ഉമ്മർപ്പടിയുമ്പിൽ ഇരുന്ന് നമ്മൾ സംസാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. ചിലത് നടക്കും, ദുർലഭം. പക്ഷെ കാര്യമായിട്ട് ആ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഉമ്മർപ്പടി അടഞ്ഞിരുന്നിട്ട് ഒരു കാര്യവും സംസാരിക്കരുത്. നല്ലൊരു വശത്തേക്ക് വന്നിരുന്നാൽ നമ്മൾ ശാന്തതയോടുകൂടി സംസാരിക്കണം കേട്ടോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ലഹള കൂടരുത്. മനസ്സിലായില്ലേ. സന്ധ്യ സമയത്ത് ഒരിക്കലും അരുത്. ആ ഉമ്മർപ്പടിയുമ്പിൽ നല്ല വിശാലതയോടുകൂടി വാതിൽ നന്നായിട്ട് തുറന്നു വെക്കണം. അവിടെ ഒരു തടസ്സങ്ങളും പാടില്ല. അവിടെ പോസിറ്റീവ് എനർജി നമ്മളെ വീട്ടിലേക്ക് കയറി വരാനും നെഗറ്റീവ് എനർജി പോകാനുള്ള സ്ഥലമാണ്. മനസ്സിലായല്ലോ. ഒരു വാതിൽ അടച്ച് ഒരു വാതിൽ ഒരിക്കലും നിങ്ങൾ ആരും തുറന്നിടരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മർപ്പടിയെ എന്തുപോലെ ബഹുമാനിക്കണം എന്ന് എല്ലാവർക്കും ഒരുവിധം മനസ്സിലായില്ലേ. അപ്പോൾ ഡെയിലി ആ വാതിൽ നമുക്ക് ഒന്നും കഴുകി തുടയ്ക്കാനൊന്നും സാധിക്കണില്ലെങ്കിലും നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു ലക്ഷം തുളസി തീർത്തെങ്കിലും ആ വാതിലിൽ തളിക്കണം കേട്ടോ. ഡെയിലി കഴുകാനും തുടയ്ക്കാനും എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ ഉമ്മർപ്പടി തുടയ്ക്കണോട് കൂടിയിട്ടേ ഒരു നനഞ്ഞ തുണിയിൽ ഒന്ന് വാതിൽ അതിലൊരു മാറുകാല അതൊന്നും വരാൻ പാടില്ല കേട്ടോ. അതൊക്കെ വളരെ നെഗറ്റീവ് എനർജിയാണ്. വീട്ടിൽ ദാരിദ്ര്യം വന്നുകൂടും. മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഉമ്മർപ്പടി ഇങ്ങനെ കഴുകും തുടയ്ക്കും വൃത്തിയാക്കും ചെയ്യണ വീട്ടുകാർ മുഴുവൻ ഇന്ന് കോടീശ്വരന്മാരാണ്. അവർക്ക് നല്ല അറിവുണ്ട്. ചിലവരുണ്ട് കേട്ടോ, ഉമ്മർപ്പടി ചവിട്ടിയിട്ട് അങ്ങോട്ട് വരിക നമ്മളെ വീട്ടിലേക്ക് അല്ലേ. ഉമ്മർപ്പടി ചവിട്ടിയിട്ട് അത് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയെന്ന് അറിയാം. നമ്മൾ വല്ല വാർണിഷോ പെയിൻറ്റിങ്ങോ ഒക്കെ ചെയ്യണ സമയത്ത് കാര്യമായിട്ട് അടിയിലെ പെയിൻറ്റിങ് മുഴുവനും നമ്മളെ നിലത്ത് കാണാം. അപ്പോൾ ഈ കാല് അതിൽ ചവിട്ടുകയാണ്. ഒരിക്കലും നിങ്ങൾ ആ സമയത്ത് നമുക്കത് മനസ്സിലാവും. മറ്റുള്ള സമയത്ത് നമ്മൾ എത്ര ചവിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ ഉമ്മർപ്പടി ഒരിക്കലും കാല് തൊടിയിക്കാൻ പാടില്ല. അവിടെയാണല്ലോ മക്കളെ നിങ്ങൾക്ക് അറിയില്ലേ, വീട് വെക്കുമ്പോൾ പ്രധാന കട്ടിള വെക്കണ ദിവസം പൂജ കാര്യങ്ങൾ. അപ്പോൾ അതിനെ എന്തുപോലെ ബഹുമാനിച്ചിട്ടാണ് നമ്മളല്ലേ ഗണപതി പൂജയൊക്കെ ചെയ്ത് കട്ടിള വെക്കുമ്പോൾ ഒരുപാട് കേമാണ് അല്ലേ. അതേപോലെ നമ്മളെ വീടുള്ള കാലം വരെ കേമം വേണം മക്കളെ. നമ്മളാ കട്ടിളപ്പടി അത്രയും നമ്മളെ വീട്ടിലത്തെ എന്താ പറയുക, അച്ഛനായിട്ട് കാണണം. അച്ഛനെ എത്ര മക്കൾ ബഹുമാനിക്കുന്നുണ്ട്. ആ ബഹുമാനം നമ്മൾ ആ കട്ടിളപ്പടിക്ക് കൊടുക്കണം കേട്ടോ ഏത് കാലത്തും. അപ്പോൾ നമ്മളുടെ കാലിൻ്റെ പെരുവിരലെങ്ങാനും അവിടെ തട്ടിച്ച ഉടൻ തൊട്ട് തലയിൽ വെക്കാൻ എല്ലാവരും മറക്കരുത്. അപ്പോൾ ഇത് അനുഭവം കൊണ്ട് പറയണം. പല കുട്ടികളും ആ കട്ടിളപ്പടിയുമ്പിൽ നീച്ച് നിന്നിട്ടാണ് ഉയരം എത്ര വെച്ചു എന്ന് നോക്കുക. മനസ്സിലായല്ലോ. ഡെയിലി അവർ ആ കട്ടിളപ്പടിയുമ്പിൽ കയറി നിൽക്കും ചെറിയ കുട്ടികളെ. അപ്പോൾ അവർ കണക്കാക്കി അവിടെ പെൻസിൽ കൊണ്ട് വരച്ചു. ഇല്ല, ഇന്ന് ഞാൻ ഇത്ര നീളം വെച്ചു. പിറ്റേ ദിവസം അവർ പെൻസിൽ കൊണ്ട് വരച്ചു 4 ഇഞ്ച് നീളം വെച്ചു. അങ്ങനെ അവരുടെ ഉയരം പല വീടിൻ്റെയും കട്ടിളപ്പടിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഒരിക്കലും കുട്ടികളെ അവിടെ കയറി നിൽക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അവർ അറിവില്ലാത്ത കുട്ടികളല്ലേ. അപ്പോൾ ഇതൊന്നും ആരും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഉമ്മറവാതിലിനെ കട്ടിള
അതിനെ നമ്മൾ എന്നും ബഹുമാനിക്കണം എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ സാരം. അപ്പോൾ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉമ്മറവാതിൽ തുറന്നിടുക, അടുക്കളവാതിൽ തുറന്നിടുക, ജനലുകളൊക്കെ ആവുന്നതും തുറന്നിടുക. ഈ പലവർക്കും അല്ലേ വീട്ടിൽ കുടുംബ കലഹമാണ്, ഒരു പുരോഗതി ഇല്ല, ബിസിനസ്സിൽ ജയിക്കണില്ല, കാശ് കയ്യിൽ വരുന്നില്ല, എന്ത് ചെയ്താലും ഭർത്താവിനോട് സ്നേഹമില്ല, ഇങ്ങനെ പരാതികളാണ്. അപ്പോൾ ഈ റൂമിൽ മുഴുവൻ ഇപ്പം മക്കളെ ടെറസ് വീടാ, എല്ലായിടും ടച്ച് പൂട്ടി, പോരാത്ത് കുറച്ച് കീറത്തുണിയോളെ, അതായത് കർട്ടൻ വാങ്ങി അതിലേക്കൊരു കാറ്റും കൂടിയും കിടക്കാത്ത വിധം കിട്ട് മൂടി വെക്കും, AC ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലും കൂടെ ആകെ ഗന്ധം കയറി നിൽക്കുകയാണ്, ഒരു കാറ്റും അതിലേക്ക് വരുന്നില്ല. മക്കളെ പുറത്തുനിന്ന് നല്ല ശുദ്ധമായ വായു നമ്മളെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങണം. അതിനാണ് നമ്മൾ സൂത്രം, വീടിനെ കണ്ടിട്ടില്ലേ സൂത്രപ്പഴുതൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കൃത്യമാവണം, മനസ്സിലായില്ലേ? ഇനി അതില്ലെങ്കിൽ നമ്മൾ ജനലുകളെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനിപ്പോൾ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വന്നാലും ഒരു ദോഷവും നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ജനലുകൾ തുറന്നിടുക. പല വീട്ടിലും അടുക്കള ശരിയല്ല തോന്നുന്നു, ഉമ്മറം ശരിയല്ല തോന്നുന്നു, റൂം അവിടെ, ബാത്റൂം ഇവിടെ, കക്കൂസ് ഇവിടെ, ഇങ്ങനെ പരാതികളാണ് കുട്ടികൾക്ക് നേരം വിളിച്ചായാലേ. ഈ പരാതികൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രണം കിട്ടും കുട്ടികളെ, പരാതികൾ കുറയും. നിങ്ങൾ രാവിലെ എണീറ്റ് ജനലുകളൊക്കെ ഒന്ന് തുറന്ന് വീട്ടിലേക്ക് ഒന്ന് നല്ല ശുദ്ധവായു വരട്ടെ. സൂര്യനെ നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ. എല്ലായിടത്തേക്കും ആ സൂര്യൻ്റെ കിരണങ്ങളൊന്ന് വന്നിട്ട് അതിലത്തെ അണുക്കളൊക്കെ ഒന്ന് നശിക്കട്ടെ. പിന്നെ അവിടെ നെഗറ്റീവ് എനർജി ഇല്ല, പിന്നെ അവിടെ പോസിറ്റീവ് എനർജിയാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഉമ്മറത്തെ വാതിൽ തുറന്നിടണം, ആദ്യം ബ്രഹ്മമുഹൂർത്തത്തിൽ തുറന്നിടണം കേട്ടോ. ആരെങ്കിലും ഒരാളെ വീട്ടിൽ എണീക്കണം, മനസ്സിലായില്ലേ? അതുപോലെ ത്രിസന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് വെക്കണ സമയത്ത് അടുക്കള വാതിൽ അടയ്ക്കണം. എന്തിനാ അത് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരുന്ന സമയമാണ്. നിലവിളക്കിലത്തെ ഓട്ടുവിളക്കും അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇത് കത്തുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്, അണുക്കൾ മുഴുവൻ നശിക്കണ സമയമാണ്. അപ്പോൾ നമ്മളെ അടുക്കള വാതിൽ കൂടെ അത് പോവാൻ പാടില്ല, അത് നമ്മളെ വീട്ടിൽ തങ്ങി നിൽക്കണം ആ എനർജി, മനസ്സിലായില്ലേ? ആ കൃത്യസമയത്ത് നമ്മൾ എല്ലാ ദിവസവും വിളക്ക് വെക്കേണ്ട സമയം കലണ്ടറിലുണ്ടാവും, ആ സമയത്ത് തന്നെ എല്ലാവരും വിളക്ക് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മനസ്സിലായില്ലേ? കട്ടിലയെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം, കട്ടില വെക്കണതിന് പ്രാധാന്യം കൊടുക്കണത് അതുകൊണ്ടാണ്. പിന്നീട് വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കട്ടിലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ആൾക്കാർ മൂച്ചിടയില അങ്ങനെയൊക്കെ നമ്മളെ ഉമ്മറവാതിലിൻ്റെ ആ ഭാഗത്ത് കൂടെയൊക്കെ തൂക്കണത് കണ്ടിട്ടില്ലേ? അതൊക്കെ നമ്മളെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരാണ്. പിന്നെ കൺദോഷം വരാതിരിക്കാൻ, ആ ദൃഷ്ടിദോഷമൊക്കെ കയറി വരും. നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചില്ലെങ്കിൽ ദൃഷ്ടിദോഷമൊക്കെ കയറി വരും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു ബൗളിൽ ഒരു ലേശം കല്ലുപ്പെങ്കിലും നിങ്ങൾ ആരും കാണാത്ത വിധത്തിൽ നമ്മളെ ഹാളിൽ വെക്കണം കേട്ടോ. ഒന്നും ഇങ്ങോട്ട് മറച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു നാരങ്ങ ഇട്ട് വെക്കുക, ഒന്നും ഇങ്ങനെ മറച്ച് വെക്കുക, ആരും കാണണ്ട. അപ്പോൾ ഈ കയറി ഇറങ്ങണവരുടെ ദൃഷ്ടിയൊന്നും നമ്മളിലേക്ക് പതിയില്ല. നമ്മളെ ഉമ്മറവാതിൽ തുറക്കണ സമയത്ത് കര 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 കരാന്നുള്ള ശബ്ദം, പണ്ട് കാരണന്മാർ പറയണ്ട വാതിൽ കരയരുതെന്ന്. അപ്പോൾ നമ്മൾ എണ്ണ കൊടുക്കുക, അത് കറന്നാവണുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാവരുത് കേട്ടോ. ഉമ്മറവാതിൽ തുറക്കണ സമയത്ത് സൈലൻ്റായിട്ട് ആ വാതിൽ തുറക്കാൻ സാധിക്കണം. അപ്പോൾ എല്ലാവരും എണ്ണ കൊടുക്കുക, എന്തെങ്കിലും അതിന് പ്രതിവിധി ചെയ്യണം. വാതിൽ കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തണം. പിന്നെ രാവിലെ നേരത്ത് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇങ്ങനെ ഓംകാരമാണ് നമ്മളെ വീട്ടിൽ നിന്ന് കേൾക്കേണ്ടത്. അല്ലാതെ വാതിൽ കരയണ ശബ്ദമോ ഉച്ചത്തിലുള്ള വർത്തമാനം ഒന്നുമല്ല. ത്രിസന്ധ്യയ്ക്കും രാവിലെ പ്രഭാത സന്ധ്യയ്ക്കും ത്രിസന്ധ്യയ്ക്കും ഓംകാരം നമ്മളെ വീട്ടിൽ നിന്ന് കേൾക്കണം, മനസ്സിലായില്ലേ? നാരായണായ നമാനോ, അച്യുതായ നമാനോ, നമശിവായ നമാനോ, അല്ലെങ്കിൽ ഭഗവതിയുടെ കീർത്തനങ്ങളോ, വിഘ്നേശ്വരൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ദൈവം ഒന്നേ ഉള്ളൂ, നമ്മൾ പല രൂപത്തിൽ കാണുകയാണ്. ഞാൻ ഒന്നേ ഉള്ളൂ അല്ലേ? എൻ്റെ മോന് ഞാൻ അമ്മ, എൻ്റെ മോളുടെ മോന് ഞാൻ അമ്മമ്മ, എൻ്റെ മകളുടെ ഭർത്താവിന് ഞാൻ അമ്മായി അമ്മ, അങ്ങനെ പല രൂപത്തിൽ ഭഗവാൻ ഒന്നേ ഉള്ളൂ കേട്ടോ. കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്, ദൈവം ഒന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ദൈവത്തിനെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ നാമം നിങ്ങൾ രാവിലെ മുതലേക്ക് ഉച്ചരിച്ച് തുടങ്ങുക. ഒന്നുമില്ലെങ്കിൽ പ്രഭാത സന്ധ്യയ്ക്കും ത്രിസന്ധ്യയ്ക്കെങ്കിലും ഈ നാമജപം വീട്ടിൽ നിന്ന് കേൾക്കണം. അങ്ങനെ ഒന്ന് കേട്ട് നോക്കട്ടെ. പിന്നെ നിങ്ങളെ വീട്ടിൽ കലഹം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഒരു കലഹവും ഉണ്ടാവില്ല. വീട്ടിൽ ഭഗവാന്റെ എല്ലാ സാന്നിധ്യവും നിങ്ങളെ വീട്ടിൽ നിറഞ്ഞു നിൽക്കും. കാരണം പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും. പിന്നെ അവിടെ ഒരു ഇതും കേൾക്കില്ല കേട്ടോ. എന്തെങ്കിലും വേണ്ടാത്ത നമ്മളുണ്ടല്ലോ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ചില ആൾക്കാർ, ചില പാവങ്ങൾക്ക് അതൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ദൈവഭയം ഇല്ല കേട്ടോ മക്കളെ. മനസ്സിനൊരു ഭയം നമുക്ക് വരികയാണ്. ദൈവം നമ്മളെ മനസ്സിൽ നമ്മളെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് എവിടെയും ഒളിക്കാൻ സ്ഥലമില്ലാത്രേ, ഭഗവാനെ തെരഞ്ഞിട്ട് എവിടെയും കാണുന്നില്ല അത്രേ. അപ്പോൾ ഭഗവാൻ എവിടെ സുരക്ഷിതനായിട്ട് ഇരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അവനാൻ ആരാധിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നുണ്ട്.
അങ്ങനെ ഇരിക്കും കാലം പിന്നെ എന്തിനു മക്കളെ പേടി? പിന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനൊന്നും ഉത്തരവാദിയല്ല, എല്ലാം ദൈവം. അങ്ങനെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക. എല്ലാം ദൈവമാണ്, ഞാനല്ല ഒന്നും ഉത്തരവാദി, അദ്ദേഹം ചെയ്യണതാന്ന് കരുതി നോക്കുക. നമുക്ക് ഈ ടെൻഷൻ കുറേ ഇറക്കി വെക്കാൻ പറ്റും കുട്ടികളെ. കുട്ടികൾക്ക് ടെൻഷൻ കാരണം ഇപ്പോൾ ആകെ ഒരു സ്വസ്ഥത ഇല്ലാത്തത് അല്ലേ? കലികാലമായിട്ടാണ് കുട്ടികളെ. അപ്പോൾ കലികാലത്തിൽ നാമജപത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. എല്ലാവരും ഭഗവാനെ വിശ്വസിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ ഒന്ന് പറയാം.